ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. വെടിനിർത്തൽ കരാറുകൾ നിലനിൽക്കുമ്പോഴും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഇരുപക്ഷത്തും ഭീതി പടർത്തുന്നു. കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമണങ്ങളിലും മിസൈൽ വർഷങ്ങളിലും നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വടക്കൻ അതിർത്തിയിലെ IDF പോസ്റ്റുകൾ ലക്ഷ്യം വെച്ച് നടന്ന ഡ്രോൺ ആക്രമണങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. അതിർത്തിയിലെ സംഘർഷം കേവലം പ്രാദേശികമല്ല, മറിച്ചൊരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന് ലോകരാഷ്ട്രങ്ങൾ ഭയപ്പെടുന്നു. തെക്കൻ ലബനനിൽ നിന്ന് തൊടുത്തുവിട്ട സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സൈനിക താവളങ്ങളിൽ പതിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ സൈനികരെ ഉടൻ തന്നെ ഹെലികോപ്റ്ററുകൾ വഴി ആശുപത്രികളിലേക്ക് മാറ്റി. ഇതിനു പിന്നാലെ ഇസ്രയേൽ സൈന്യം അതിശക്തമായ തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു. ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രയേലിന്റെ പീരങ്കിപ്പടയും വ്യോമസേനയും പ്രത്യാക്രമണം നടത്തുന്നത്. തെക്കൻ ലബനിലെ വിക്ഷേപണ കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആക്രമണങ്ങൾ തുടരുകയാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ വസിക്കുന്ന സാധാരണ ജനങ്ങൾ വീണ്ടും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന ദുരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര സമ്മർദ്ദങ്ങൾ ശക്തമാണെങ്കിലും ഇരുവിഭാഗവും പിന്മാറാൻ തയ്യാറല്ല. വടക്കൻ ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങളിൽ സൈന്യം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോക്കറ്റ് സൈറണുകൾ മുഴങ്ങുമ്പോൾ ബങ്കറുകളിൽ അഭയം പ്രാപിക്കുന്ന ജനങ്ങൾ ഭീതിയോടെയാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ഇസ്രയേൽ സൈന്യത്തിന്റെ ഓപ്പറേഷനുകൾ അതിർത്തിയിൽ പൂർണ്ണ ശക്തിയോടെ തുടരുന്നു. ഹിസ്ബുള്ളയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ ഡ്രോണുകളും നിരീക്ഷണ വിമാനങ്ങളും ആകാശത്ത് വട്ടം ചുറ്റുകയാണ്. ലബനൻ അതിർത്തിയിലെ ഈ പുതിയ പ്രകോപനം മേഖലയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളെയും പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ അനുകൂല സേനകൾ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നീങ്ങുമോ എന്ന കാര്യത്തിലാണ് ലോകം ഉറ്റുനോക്കുന്നത്. പ്രതികാരം ചെയ്യുമെന്ന ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം വെറുമൊരു മുന്നറിയിപ്പല്ലെന്ന് ഈ ആക്രമണങ്ങൾ തെളിയിക്കുന്നു. IDF സൈനികർക്ക് നേരെയുണ്ടായ പ്രഹരം ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ കാരണമായേക്കും. ഈ യുദ്ധ സാഹചര്യം ലബനന്റെ സാമ്പത്തിക സ്ഥിതിയെയും സാരമായി ബാധിക്കുന്നുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ലബനൻ ജനതയ്ക്ക് മറ്റൊരു യുദ്ധം താങ്ങാനാവില്ല. എന്നാൽ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള പകയുടെ തീയിൽ സാധാരണക്കാർ ചാരമാകുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. അതിർത്തിയിലെ ഓരോ കിലോമീറ്ററിലും വെടിയുച്ചകളും സ്ഫോടനങ്ങളും നിത്യസംഭവമായി മാറിയിരിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും ഫലം കാണുന്നില്ല. ലബനൻ സർക്കാർ തങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ്. സമാധാന സേനകൾ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നുണ്ടെങ്കിലും ആക്രമണങ്ങളെ തടയാൻ അവർക്ക് കഴിയുന്നില്ല. ഇത് നഗ്നമായ സത്യമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾ വെറും പ്രസ്താവനകളിൽ ഒതുങ്ങുകയാണ്. ഹിസ്ബുള്ളയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ ഇസ്രയേലിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ചെറിയ ഡ്രോണുകൾ റഡാറുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ലക്ഷ്യസ്ഥാനത്തെത്തുന്ന രീതിയാണ് അവർ പിന്തുടരുന്നത്. ഇത് ഇസ്രയേൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് വലിയ ജോലിയാണ് ഉണ്ടാക്കുന്നത്. ഓരോ ആക്രമണത്തിന് ശേഷവും ഇസ്രയേൽ കൂടുതൽ ശക്തിയോടെ തിരിച്ചടിക്കുമ്പോൾ പ്രതിസന്ധി സങ്കീർണമാകുന്നു. സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, ജനവാസ കേന്ദ്രങ്ങളും ആക്രമണ ഭീഷണിയിലാണ്. വടക്കൻ ഇസ്രയേലിലെ കൃഷിയിടങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും സംഘർഷം മൂലം അടച്ചിട്ടിരിക്കുകയാണ്. ജനങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോയതോടെ പല ഗ്രാമങ്ങളും പ്രേത നഗരങ്ങളെ പോലെ വിജനമായി. ഇതിന്റെ ആഘാതം വരും വർഷങ്ങളിൽ മേഖലയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിക്കും. സമാധാന ചർച്ചകൾ പരാജയപ്പെടുമ്പോൾ സൈനിക നടപടി മാത്രമാണ് പോംവഴിയെന്ന് ഇരുപക്ഷത്തെയും തീവ്ര നിലപാടുകാർ വിശ്വസിക്കുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും അതിർത്തിയിലെ സാഹചര്യം നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. ഏത് വലിയ ആക്രമണത്തെയും നേരിടാൻ സൈന്യം സജ്ജമാണെന്ന് അവർ ആവർത്തിക്കുന്നു. എന്നാൽ ഹിസ്ബുള്ളയുടെ പക്കലുള്ള മിസൈൽ ശേഖരം ഇസ്രയേലിന്റെ ഉൾനാടൻ നഗരങ്ങളെ പോലും ലക്ഷ്യം വെക്കാൻ പോകുന്നതാണ്. ലബനനിലെ ആശുപത്രികൾ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മരുന്നുകളുടെയും ഭക്ഷണത്തിന്റെയും ക്ഷാമം മേഖലയെ മറ്റൊരു മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുന്നു. യുദ്ധം തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്നത് ദശാബ്ദങ്ങളിലെ ഏറ്റവും വലിയ സംഘർഷമായിരിക്കും. ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതിനും ഈ അസ്ഥിരത കാരണമായേക്കാം. ഇരു രാജ്യങ്ങളുടെയും സൈനിക വക്താക്കൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വിവരയുദ്ധം നടത്തുന്നുണ്ട്. തങ്ങളുടെ ആക്രമണങ്ങൾ വിജയമാണെന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുമ്പോൾ തങ്ങൾ ശത്രുവിനെ അടിച്ചമർത്തുകയാണെന്ന് ഇസ്രയേൽ പറയുന്നു. സത്യം പലപ്പോഴും പുകമറയ്ക്കുള്ളിലാകുന്നു.
എങ്കിലും അതിർത്തിയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ ഭയാനകമായ യുദ്ധത്തിന്റെ ചിത്രം തന്നെയാണ് നൽകുന്നത്. ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ലെബനൻ സൈന്യത്തിന് കഴിയുന്നില്ല എന്നത് വലിയൊരു പോരായ്മയാണ്. ഹിസ്ബുള്ളയുടെ സൈനിക കരുത്തിനു മുന്നിൽ ലെബനൻ ഔദ്യോഗിക സൈന്യം നിസ്സഹായരാണ്. ഇത് ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. കാരണം അവർ ലെബനൻ ഗവൺമെന്റിനെയാണ് ഈ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായി കാണുന്നത്. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന് ആർക്കും വ്യക്തമായ ഉത്തരമില്ല. സമാധാനത്തിന്റെ വാതിലുകൾ പാതി അടഞ്ഞു കഴിഞ്ഞു. മധ്യപൂർവേഷ്യ വീണ്ടും ഒരു വലിയ വിപത്തിന്റെ വക്കിലാണ്. ഓരോ മിനിറ്റിലും വരുന്ന വാർത്തകൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. യുദ്ധം ഒരു പരിഹാരമല്ലെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ആയുധങ്ങളുടെ ഭാഷയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികരും അവിടെ ജീവിക്കുന്ന സാധാരണക്കാരും ഒരുപോലെ ദുരിതത്തിലാണ്. അധികാര വടംവലികൾക്കിടയിൽ നഷ്ടപ്പെടുന്നത് മനുഷ്യജീവനുകളാണ്. 15 പാരഗ്രാഫുകളിൽ ഒതുക്കാൻ കഴിയാത്തത്ര വലിയ വേദനയാണ് ഈ അതിർത്തി പങ്കുവയ്ക്കുന്നത്. സമാധാനം എന്തെങ്കിലും തിരികെ വരുമോ എന്ന പ്രതീക്ഷയിലാണ് ലോകം. പുകയുന്ന അതിർത്തിയിലെ കനലുകൾ എന്നാണ് അണയുക എന്ന് കാത്തിരുന്ന് തന്നെ കാണണം.